പ്രസാദുമുണ്ട്. കൊല്ലങ്കോട് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കൊല്ലങ്കോട് സ്റ്റേഷനിൽ ഇതുവരെ 18 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പ്രസാദ് ഒരുമിച്ചിട്ടുണ്ട്. പ്രസാദ്, കൊല്ലങ്കോടും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസുകളും സമാനമായ രീതിയിലുള്ളതാണോ? സേതുലക്ഷ്മി, ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതേ കേസുകൾ തന്നെയാണ് കൊല്ലങ്കോടുമുള്ളത്. നിരവധി പരാതികളാണ് കൊല്ലങ്കോട് വന്നിട്ടുള്ളത്. പക്ഷേ 18 പേരാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ 2 പേരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പല്ലശ്ശന സ്വദേശിയായ സന്ധ്യ, ഗോപിക എന്നിവരുടെ പരാതിയിലാണ് കൊല്ലങ്കോട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവർ ചിറ്റൂർ താലൂക്ക് ക്ഷീര കർഷക തൊഴിലാളി കോപ്പറേറ്റീവ് സൊസൈറ്റി മുഖാന്തരമാണ് ഈ പദ്ധതിയിൽ അംഗങ്ങളായി മാറുന്നത്. പിന്നീട് അവർ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 60,000 രൂപ നിക്ഷേപിക്കുന്നു. അതോടൊപ്പം തന്നെ 6,000-ൽ പരം രൂപ ഇതിൻ്റെ മറ്റ് ചെലവുകൾക്കായി നൽകിയിട്ടുണ്ട്. ഈ പണം നൽകി മാസങ്ങളായിട്ടും ബൈക്ക് കിട്ടാതെ വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അതിനിടയിലാണ് വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നു എന്നത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ, കൊല്ലങ്കോട് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ പെരുമാട്ടി പഞ്ചായത്തിലും നിരവധി ആളുകൾ ഈ തട്ടിപ്പിനിരയായ വിവരം പുറത്തു വന്നിരുന്നു. ചിറ്റൂർ ബ്ലോക്കിൽ മാത്രം 350 പേരാണ് ഈ പദ്ധതിയിൽ അംഗങ്ങളാവുകയും അവർക്ക് പണം നഷ്ടമാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സമീപ പ്രദേശമായ കൊല്ലങ്കോട്, അതോടൊപ്പം തന്നെ നെന്മാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം നൂറുകണക്കിന് ആളുകൾക്ക് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരി പ്രസാദ്, CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണനെതിരെ കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഇപ്പോൾ പ്രസാദ് ഉടുമ്പശ്ശേരി നൽകിയത് കൊല്ലങ്കോട് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്.